എഫിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു ഉറപ്പായി പോകും. ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയും? പ്രത്യേകിച്ച് 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തിരുന്ന ശേഷം വീണ്ടും അധികാരം ഉണ്ടാകുമോ എന്ന് ഉറപ്പിക്കാനാവാത്ത വിധത്തിൽ ആത്മവിശ്വാസത്തോടെ മറ്റൊരു മുന്നണി മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ, അതായത് ഉജ്ജ്വലമായ വിജയം നേടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറയാൻ എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയും? ഏത് പാർട്ടിയുടെ ആകട്ടെ അഹങ്കാരം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് ശ്രീ VD സതീശൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം കുറഞ്ഞ അണികളെ നിരന്തരമായി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഈ വിജയം ഉജ്ജ്വലമായത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകും, കാരണം അത്രയും ഉറപ്പാണ് എനിക്ക് ഈ വിജയം കിട്ടും, ഉജ്ജ്വലമായ വിജയം കിട്ടുമെന്ന് പറയുകയും അത് നിരന്തരം എല്ലാ യോഗങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അണികൾ വളരെയധികം ഊർജ്ജസ്വലമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇത് തന്നെയാണ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലെത്താനും അതിലുമുപരിയായിട്ട് VD സതീശൻ എന്ന നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനും ഇടയാക്കിയത് എന്ന് നിസ്സംശയം പറയാം. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കെങ്കിലും അറിയാവുന്നൊരു കാര്യമായിരിക്കും ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് രൂപമാണ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, എന്നാൽ UDF. ഇതിനെ ടീം UDF എന്നാക്കിയാണ് സതീശൻ പറഞ്ഞു തുടങ്ങുന്നത്. ടീം UDF എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ ടീം എന്ന് പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു വ്യാകരണപരമായിട്ട് അത്ര ശരിയാകണമെന്നുമില്ല. പക്ഷേ ഈ വ്യാകരണത്തെ പൊളിച്ചുകൊണ്ടാണ് ടീം UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് സതീശൻ വരുന്നത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഴയതുപോലെയല്ല കാര്യങ്ങൾ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. 2, പുതിയ കാലത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് ടീം എന്ന് പറയുന്നത്. ടീമാകുമ്പോൾ നമ്മൾ സെറ്റായേ പറ്റൂ. അങ്ങനെ ടീം സെറ്റാക്കി പുതിയ കാലത്തിലേക്ക് വരുന്ന തരത്തിലേക്ക് വ്യാകരണങ്ങളെ മാറ്റുന്നു. 2, UDFനെ പറ്റി പഴയകാല സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സാമുദായിക സംഘടനകളുടെയോ സമുദായ നേതാക്കളുടെയോ പിൻബലത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള വലിയൊരു ആരോപണമുണ്ട്. പക്ഷേ അതിനെ മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് അവരാരും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഈ പുതിയ തരത്തിലുള്ള ഈ വ്യാകരണം മാറ്റിക്കൊണ്ട് സതീശൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞതിന് ശേഷവും ഈ മുഖ്യമന്ത്രി 11 ദിവസത്തെ മുഖ്യമന്ത്രി തിരച്ചിലിന് ശേഷം ഏറ്റവും ആദ്യം പറഞ്ഞ പേര് തന്നെയായ സതീശൻ്റെ പേരിലേക്ക് തിരിച്ചു വരാനും ഇടയാക്കിയത്. രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും ഏറ്റവും വലിയ ശാപമാണ് അഴിമതി ആരോപണങ്ങൾ. അതിൽ ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. പക്ഷേ ഏതെങ്കിലും ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അഴിമതി ആരോപണം നേരിട്ടാൽ പോലും സാധാരണ ജനങ്ങൾക്കിടയിൽ ആ നേതാവിനോ ആ പ്രസ്ഥാനത്തിനോ ഉണ്ടാകുന്ന ഒരു പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായിരിക്കാം. തികച്ചും അഴിമതിരഹിതൻ എന്നൊരു ഇമേജോടെയാണ് ശ്രീ VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. കാരണം ഇതിനു മുമ്പ് യാതൊരുവിധ സുപ്രധാന പദവികളിലും അദ്ദേഹം ഇരുന്നിട്ടില്ല. ഒരു മന്ത്രിസഭയിൽ അംഗമായിട്ടില്ല. ഒരു ഏതെങ്കിലും സംഘടനകൾ KPCCയുടെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ ഒന്നും തലപ്പത്ത് അദ്ദേഹം ഇരുന്നിട്ടില്ല. ഇത്തരം കീ പൊസിഷനുകളിൽ ഇരിക്കാതെ കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ പദവിയിലേക്ക് വരിക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അചിന്ത്യമായൊരു കാര്യമാണ്. അങ്ങനെ അസംഭാവികമായൊരു കാര്യത്തിൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രഷായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റി. ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വെച്ച് അദ്ദേഹത്തെ എതിരാളികൾക്ക് നേരിടാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഈ പദവിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചെറുതായിട്ടുള്ളൊരു കാര്യം പോലും അദ്ദേഹത്തിനെതിരായിട്ട് പറയാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പദവികളില്ല. നമുക്കറിയാം, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും സിനിമാ താരങ്ങൾ വരുമ്പോഴുള്ള അവർക്കുള്ള ഒരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ അവർ അഴിമതിയൊന്നുമില്ലാത്ത ആളുകളാണ് എന്നുള്ള പ്രതിച്ഛായ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടും 25 കൊല്ലം MLA എന്ന പദവിയിൽ ഇരുന്നിട്ടും VD സതീശന് കിട്ടുന്ന ഒരു വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സുപ്രധാന പദവികളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു. അന്ന് നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹത്തിന് ഇന്ന് ഗുണമായിട്ട് ഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്.
ഇദ്ദേഹത്തെക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ്. പക്ഷേ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ വി ഡി സതീശനോളം വേറെ ആരുമില്ല എന്ന് നമുക്ക് ഈ ദിവസം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പറവൂരിൽ സാമുദായിക സമവാക്യങ്ങളുടെ പേരിലല്ല അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദായം അവിടുത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സമുദായമല്ല, ഒരുപക്ഷെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ആണ് അംഗസംഖ്യയിൽ. പക്ഷേ 2001 മുതൽ സ്ഥിരമായി അവിടെ ജയിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മാജിക് ഉണ്ടാവണം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ കൃത്യമായ സാമുദായിക സമവാക്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഈ സമുദായത്തിൻ്റെ നമ്പർ കൊണ്ടല്ലാതെ മറ്റൊരു തരത്തിൽ ജയിക്കാൻ കഴിയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ വിജയം കൂടിയാണ്. ഇത് അദ്ദേഹം ഈ തന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഉയർത്തിക്കാട്ടുന്നതിൽ അദ്ദേഹം തന്നെ വിജയിച്ചിരിക്കുന്നു. കാരണം ആദ്യം തന്നെ വി ഡി സതീശൻ വരുമ്പോഴുള്ള ഒരു ആദ്യം പറയുന്നൊരു പ്രശ്നം ഘടകകക്ഷികളെ അദ്ദേഹത്തിന് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ കോൺഗ്രസ്സിന് പുറത്ത് അദ്ദേഹത്തിന് കിട്ടിയ പിന്തുണ തന്നെയാണ് കോൺഗ്രസ്സിനെ വീണ്ടും വീണ്ടും മാറ്റി ചിന്തിച്ചത്. ഇദ്ദേഹത്തെ പോലെ എല്ലാ ഘടകകക്ഷികളും ഒരുപോലെ പറയുന്ന ഒരു നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുന്നണി ഭരണം മുന്നോട്ട് പോകില്ല എന്ന തരത്തിലേക്ക് കൊണ്ടുപോയത് തന്നെ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുടെ മികവ് തന്നെയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദവിയിലേക്കും എത്തിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ LDFൻ്റെ കാലത്ത് 5 ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായി. ഇതിൽ 4 വിജയിച്ചത് കോൺഗ്രസ്സാണ്. സിറ്റിംഗ് സീറ്റുകളായിരിക്കാം, എങ്കിലും ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം സിറ്റിംഗ് സീറ്റുകളായിരുന്നു. എങ്കിലും ഈ ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത് തോൽവിയാണെങ്കിൽ എൻ്റെ ആയിരിക്കും, പക്ഷെ ജയമാണെങ്കിൽ അതെല്ലാവരുടെയും ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതൊരു പുതിയ തരം ഭാഷയാണ്. ഞാൻ ജയിക്കുന്നു, ഞാൻ നയിക്കുന്നു എന്നല്ല പറഞ്ഞത്. ജയമാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയുമാണ്, തോൽവിയാണെങ്കിൽ അതെൻ്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കുന്നു. ഇത് തൃക്കാക്കരയിൽ ഓരോ പഞ്ചായത്തിനും വെച്ച് വളരെ ശക്തരായ നേതാക്കളെ നിയന്ത്രിക്കുകയാണ് LDF നേരിട്ടത്. പക്ഷേ അവിടെ 25,000 വോട്ടിനാണ് ഉമാ തോമസ് ജയിച്ചത്. അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ എത്രയോ കൊല്ലമായി ഉമ്മൻചാണ്ടി ജയിക്കുന്നു. പക്ഷേ അവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി തന്നെയാണ്. ആ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അത് വളരെ കഠിനമായ ഒരു ടാസ്ക് തന്നെയാണ്. അതൊരു വലിയ റിസ്ക് തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ മകനായിരിക്കാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തന്ത്രങ്ങൾ മെനയിലും അതിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നതിനും വളരെയധികമായിട്ടുള്ള ക്ഷമാശീലം വേണം. അത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നടത്തി. അതിലും ഏറ്റവും വലിയ റിസ്ക്കായിട്ട് വന്നത് പാലക്കാടാണ്. പാലക്കാടെത്തുമ്പോൾ കുറച്ചൊക്കെ സാഹചര്യം മാറി. പാലക്കാട് ഷാഫിയെ പോലെ വളരെ ജനകീയനായൊരു നേതാവിനെ മാറ്റിയാണ് പാലക്കാട്ടുകാർക്ക് അധികം അറിയാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഇതിൽ വിജയമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനാവുന്നില്ല. ഷാഫി എന്ന് പറയുന്ന നേതാവിൻ്റെ ജനപ്രിയത ഉണ്ടെങ്കിൽ പോലും അവിടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് സതീശൻ തന്നെയായിരുന്നു. അവിടെയും ഇതേപോലെ തന്നെ ഒരു നയം എടുത്തുകൊണ്ട്, അതായത് ഇവിടെ ജയിക്കും, ഇവിടെ തോൽക്കുകയാണെങ്കിൽ അതെൻ്റെ മാത്രം തോൽവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഏറ്റവും അടുപ്പത്ത് നിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ആളെ ഇറക്കിയത്. നമുക്കറിയാം, എത്രയോ വലിയ ഭൂരിപക്ഷത്തിനാണ് BJP സ്ഥാനാർത്ഥിയെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടുത്തുന്നറിയാം. ഇത് ഒരു വലിയ തന്ത്രജ്ഞൻ്റെ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അടുത്തതായിട്ട് നിലമ്പൂരിൽ നിലവിലുള്ള MLA രാജിവെച്ച് UDFിലേക്ക് വരാനോ അല്ലെങ്കിൽ UDFുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാണിച്ചൊരു ധൈര്യം, അത് ഒരുപക്ഷെ ഒരു അഹങ്കാരത്തിൻ്റെ മറ്റുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു. ആ ഇലക്ഷനിൽ എങ്ങനെ ജയിക്കണമെന്നതിനെക്കുറിച്ച് മുമ്പ് തോറ്റ ഒരു ആളാണ് UDFന് കാൻഡിഡേറ്റ് ആകാൻ വേണ്ടി അദ്ദേഹം കാണുന്നത്. ഈ ഇലക്ഷൻ വന്നപ്പോൾ LDFൻ്റെ ഏറ്റവും പോപ്പുലറായ ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം ഊർജം പകരുന്ന ഒരു നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. പക്ഷേ മൂന്നാമതായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന MLA തന്നെ വരികയും ചെയ്തു. ഇങ്ങനൊരു ത്രികോണ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ BJPയുടെ പ്രസൻസൊക്കെ അന്ന് ചർച്ച ചെയ്തെങ്കിലും വലിയ ഫലമുണ്ടായില്ല. പക്ഷേ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ഇടയാക്കിയതും ഈ പറയുന്ന ഒരു ആത്മവിശ്വാസത്തിലൂടെയുള്ള ഉപതെരഞ്ഞെടുപ്പിനെ നേരിടൽ തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഇലക്ഷനുകളിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങിയാൽ ജയിക്കും എന്ന് ഉറപ്പാക്കി. ഇതുപോലെ തന്നെയാണ് 63 സീറ്റിലേക്ക് ജയിക്കണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ
നമുക്ക് നേരത്തെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ടാർഗറ്റ് ഇട്ട് ചെയ്യുകയാണ്. 63 സീറ്റ്. ഇത് യാദൃച്ഛികമാകാം, അല്ലെങ്കിൽ അതങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാകാം. അത് നമുക്ക് അതിനെപ്പറ്റി ഉള്ള ചർച്ചകൾക്ക് സമയമില്ല. എങ്കിലും 63 സീറ്റിലേക്ക് കോൺഗ്രസ് വന്നതോടെ ശ്രീ വി ഡി സതീശൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് നടപ്പാക്കിയത്. അതെങ്ങനെ നടപ്പാക്കി എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. കാരണം അത് വളരെ അധികം ഒരു ആസൂത്രണത്തിൻ്റെ മികവാണ് ഈ ഇതിലേക്ക് വന്നത്. ഇത് വളരെയധികം അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലും കഴിവിന് കുറേ പ്രോജ്വലമാക്കുന്നതിലും ഇടയാക്കി എന്ന് പറയണം. തെക്കൻ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സീറ്റാണുള്ളത്. അത് 8 സീറ്റ് വരെ ആവാം. കൊല്ലത്ത് 2 എണ്ണമാണുള്ളത്. അത് 7 8 ആവാം. ആലപ്പുഴ ഞങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ കൂടി അസസ് ചെയ്യാനുണ്ട്. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ. ചിലപ്പോൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ചിലപ്പോൾ 1 കൂടി, ചിലപ്പോൾ 1 കുറയും. ഈ എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് UDF ഭൂരിപക്ഷം കിട്ടും. കേട്ടോ എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDF ഭൂരിപക്ഷവും എറണാകുളത്ത് കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എണ്ണി വരുമ്പോഴേക്കും UDF ഭൂരിപക്ഷവും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ സീറ്റാണ്. ഒരുപക്ഷെ പ്രവചിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പുകൾ. കാരണം 100 കണക്കിന് കാര്യങ്ങളാണ് ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വരിക, അല്ലെങ്കിൽ അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും. അതുകൊണ്ട് തന്നെ കേരളത്തിനെ പോലെയുള്ള സങ്കീർണമായ രാഷ്ട്രീയമായ ശൈലികളും അതുപോലെ തന്നെ പാർട്ടികളുടെ മനോഭാവവും ആളുകളും ജാതിയും ഒക്കെ ചേർന്നൊരു സ്ഥലത്ത് 100 സീറ്റ് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയണമെങ്കിൽ അത് 100 സീറ്റ് കിട്ടിയിട്ടുണ്ടാവും, നേരത്തെ പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ 100 സീറ്റ് ഇത്തവണ കിട്ടുമെന്ന് പറയണമെങ്കിൽ അത് വളരെ കൃത്യമായൊരു പറച്ചിലായിരുന്നു എന്നുള്ളതിൻ്റെ കാരണം വേറെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, 1 ഡസനിലേറെ മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പലരും വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി നല്ലതാണോ എന്നാണ് അപ്പുറത്തു നിന്നുള്ള ചോദ്യമുണ്ടായത്. അതുപോലെ തന്നെ പല ജില്ലകളിലും ക്ലീൻ സ്വീപ്പ് ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു തെറ്റുപറ്റുന്നത് കോട്ടയം ജില്ലയെ അതിൽ ഉൾപ്പെടുത്തിയില്ല, പകരം പത്തനംതിട്ട ജില്ലയാണ് ഉൾപ്പെടുത്തിയത്. പക്ഷേ എങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ, വയനാട്, ഇടുക്കി ഈ ജില്ലകളോടൊപ്പം അദ്ദേഹം പത്തനംതിട്ടയിലും ക്ലീൻ സ്വീപ്പ് പറഞ്ഞു. പക്ഷേ പത്തനംതിട്ടയിൽ 1 സീറ്റ് LDF കിട്ടി. പക്ഷേ അദ്ദേഹം പറയാതെ പോയ കോട്ടയത്ത് അവിടെ ക്ലീൻ സ്വീപ്പ് കിട്ടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത്ര 2-3 കാര്യങ്ങൾ, 100 സീറ്റ് പറയുന്നു, 1 ഡസനിലേറെ മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് പറയുന്നു, അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോന്ന് പോയെന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് തന്നെയാണ് പോയത്, 13 പേര് തോറ്റുപോകുന്നു. അതുപോലെ തന്നെ ജില്ലകളുടെ ക്ലീൻ സ്വീപ്പ്. ഇത് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ടും ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമാക്കിക്കൊണ്ടും മാത്രം നടന്നൊരു സംഭവമാണ്. അല്ലാതെ ഒരാൾക്കും വെറുതെ കയറി 100 സീറ്റ് കിട്ടുമെന്ന്, 140 സീറ്റിൽ 100 സീറ്റ് കിട്ടുമെന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോകാം. അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ഒരാൾ വെറുതെ 100 സീറ്റെന്നും 12 മന്ത്രിമാർ, 1 ഡസൻ മന്ത്രിമാർ തോറ്റുപോകുന്നും പല ജില്ലകളിലും ക്ലീൻ സ്വീപ്പായിട്ട് സീറ്റുകൾ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അതിന് പുറകിലൊരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായ ഹോംവർക്ക് തന്നെയായിരുന്നു എന്ന് ഈ പ്രവചനത്തിൻ്റെ ബലത്തിൽ പറയാൻ പറ്റും. സെപ്റ്റംബറിൽ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതിന് 7 മാസത്തിന് മുമ്പ് കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു സംഗതി നടന്നു. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും വി ഡി സതീശനും തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു. നമുക്കറിയാം, മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ പലപ്പോഴും 2 രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള സംവാദം ഉണ്ടാകുകയും അതിലെ വിജയി തെരഞ്ഞെടുപ്പിൽ വളരെ മെച്ചമുണ്ടാക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ സംഭവത്തിൽ അന്നത്തെ VS സർക്കാരിൽ ഏറ്റവും അധികം പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു മന്ത്രിയായിരുന്നു തോമസ് ഐസക്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിൻ്റെ ബുദ്ധിശക്തിയെയും അദ്ദേഹത്തിൻ്റെ ഡിബേറ്റിംഗ് സ്കില്ലിനെ പറ്റിയും ആർക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് ആരാണ് എതിരിടുക എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും മുൻ ധനകാര്യമന്ത്രിയൊക്കെയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ തൻ്റെ എതിരാളിയെ വരണമെന്നായിരുന്നു തോമസ് ഐസക്കിനുണ്ടായിരുന്നത്. പക്ഷേ സംഭവിച്ചത്, തൻ്റെ 2ാമത്തെ ടേമിൽ നിയമസഭയിലെത്തിയ വി ഡി സതീശനെയാണ് ഉമ്മൻചാണ്ടി ഈ ഡിബേറ്റിനായിട്ട് നിയോഗിച്ചത്. ഒരുപക്ഷെ അത് തോമസ് ഐസക്കിന് ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നില്ല എന്ന് തോമസ് ഐസക്കിന് തോന്നി, ഒരുപക്ഷെ സമൂഹത്തിന് മുഴുവൻ തോന്നി. സംഭവിച്ചത് 2010 സെപ്റ്റംബറിൽ നടന്ന ഈ സംവാദം
ടെലിവൈസ്ഡ് ആയിട്ടുള്ള സംവാദമായിരുന്നു, ടെലിവിഷനിൽ കാണാനിടയായ സംവാദമായിരുന്നു. ഇത് താല്പര്യമുള്ളവരൊക്കെ കണ്ടു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്കിനൊപ്പമോ അല്ലെങ്കിൽ അതിൽ ഒരുപടി മേലെയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് വി.ഡി. സതീശനെന്ന് പലർക്കും അഭിപ്രായമുണ്ടായി. ഇത് അദ്ദേഹത്തിന് ഒരു പാൻ കേരള ഇമേജിലേക്കും അത് അദ്ദേഹത്തിൻ്റെ റിയലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള ടിപ്പിംഗ് പോയിൻ്റ് ആവുകയും ചെയ്തു. വളരെ സങ്കീർണമായ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ പറയാൻ കഴിയുക എന്നുള്ളത് ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നതാണ്. അത് ശ്രീ തോമസ് ഐസക്ക് എന്ന ഒരു നേതാവിനേക്കാൾ വളരെ ഉജ്ജ്വലമായ തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് വി.ഡി. സതീശനെ ഒരു ജനപ്രിയതയ്ക്ക് കാരണമായത്. ഇതുകൊണ്ട് തന്നെ അടുത്ത മന്ത്രിസഭ വരുമ്പോൾ 2011 ചെറിയ ഭൂരിപക്ഷത്തിൽ മന്ത്രിസഭ വരുമ്പോൾ തോമസ് ഐസക്ക് എന്താണോ VS മന്ത്രിസഭയിൽ ചെയ്തത് അതേ റോൾ തന്നെ ഒരുപക്ഷേ സതീശന് കിട്ടും എന്ന് പലർക്കും ചിന്തിക്കാനിടയായ ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കൂടി. ഇന്ത്യയിലെ മറ്റു പല സമൂഹങ്ങളിലും വെച്ച് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ മലയാളികൾ. അവർക്ക് പല കാര്യങ്ങളിലുള്ള താല്പര്യം, ഉദാഹരണത്തിന് പുസ്തകം വാങ്ങുന്നതിലുള്ള താല്പര്യങ്ങൾ നമുക്കറിയാം. വളരെയധികം പുസ്തകം വായിക്കുന്ന, പുസ്തകം വാങ്ങുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കുന്നവരെയും പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെയും അതിൽ പുസ്തകം എഴുതുന്നവരെയൊക്കെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. ഇത് പഠനകാലത്ത് തന്നെ വളരെയധികം പുസ്തകം വായിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീ വി.ഡി. സതീശൻ തൻ്റെ പുസ്തക വായനാ രീതിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ പരസ്യമാക്കാൻ തുടങ്ങിയതോടെ വലിയൊരു സമൂഹത്തിന് അദ്ദേഹത്തിന് കുറിച്ച് വലിയ മതിപ്പുണ്ടായി. ഇത് എല്ലാ കൊല്ലവും താൻ ഇത്ര പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ പല സംശയങ്ങളുണ്ട്, പല ട്രോളുകളുണ്ട്. എങ്ങനെയാണിത് വായിക്കാൻ കഴിയുക, ഇത്രയും തിരക്കുള്ള സമയത്ത് എങ്ങനെ വായിക്കാൻ കഴിയും, ഇത്ര സ്പീഡിൽ വായിക്കാൻ കഴിയും, അങ്ങനെ പല സംശയങ്ങളുണ്ട്. പക്ഷേ ഈ സംശയങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ട് അദ്ദേഹം പുസ്തകം വായിക്കുന്നു എന്നുള്ളതും ആ പുസ്തകത്തിനകത്ത് വിവരങ്ങൾ തനിക്ക് ഓർമ്മിച്ച് പറയാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഒരു കഴിവായി കാണുന്ന വളരെയധികം മലയാളികൾക്കിടയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ടായി. 2020 തോന്നുന്നു ഡയലോഗ് വിത്ത് VDS എന്ന പേരിലൊരു ടെലിവിഷൻ അഭിമുഖ പരമ്പര തന്നെ അദ്ദേഹം തുടങ്ങി. ഇത് വളരെയധികം ആളുകളിലേക്ക് എത്തി. കാരണം പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ പുസ്തക വായനയെക്കാട്ടിലോ അല്ലെങ്കിൽ എഴുത്തിനെക്കാട്ടിലോ ഉപരിയായിട്ട് ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ ആളുകളിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് പല വിദഗ്ധരുമായി അദ്ദേഹം സംസാരിച്ചതിൽ നിന്നും അവരുമായിട്ടുള്ള സംവാദത്തിൽ അവരുമായിട്ട് സംവദിച്ച് അത് വളരെ കൃത്യമായിട്ട് അവരുടെ ആശയങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉള്ളത് പ്രകടിപ്പിച്ചപ്പോൾ ഒരു പുതിയ തരം രാഷ്ട്രീയത്തിലേക്ക് വരികയും അതാണ് 2021 അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള ഒരു വരവിന് വഴിയൊരുക്കിയതെന്ന് ഒരു തരത്തിൽ പറയാം. ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഈ BJP CPM ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം, അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞ് അതിനെയും പറയും. നമ്മുടെ ഏറ്റവും പുതിയ തലമുറയായ ജെൻസികളോട് രാഷ്ട്രീയക്കാർ എത്ര ഫലപ്രദമായിട്ട് സംവദിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. മിക്കവാറും പേർ അതിൽ വലിയ പരാജയമാണ്. കാരണം ജെൻസികൾ ആയിട്ടുള്ള അവർക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെ അവരുടെ മനസ്സെന്താണ്, അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് മിക്ക രാഷ്ട്രീയക്കാർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും അല്ല അവരുടെ സംസാരങ്ങളിലുള്ള പല കാര്യങ്ങളും അവരുടെ ആശങ്കകൾപ്പെട്ട പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യാൻ വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വാഹനം മോഡിഫൈ ചെയ്യുന്നതുമായിട്ട് ഒരു ഇലക്ഷന് യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ അതിൻ്റെ സാങ്കത്യം പോലും അവിടെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല. മാത്രമല്ല അതിന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ആ വിഷയത്തെ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് എത്തിക്കുക വഴി ഞങ്ങളുടെ ആവശ്യങ്ങൾ, അതായത് ഒരു വാഹനം മോഡിഫൈ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളാണ് എന്നുള്ള തരത്തിലൊരു പുതിയ ഭാഷ അദ്ദേഹത്തിന് തൻ്റെ കൈവശമുണ്ടെന്ന് വെളിപ്പെടുത്താൻ പറ്റി. മറ്റൊന്ന് ഭാഷ തന്നെയാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം എന്ന് പറയുന്നത് പല രാഷ്ട്രീയ നേതാക്കൾക്കും മലയാളത്തിലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് തന്നെ
അവർ മറ്റുള്ള ഭാഷക്കാരുമായും പുതിയ തലമുറയുമായിട്ടും സംവദിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവില്ലായ്മ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യയിലെ പോലെ വിവിധ ഭാഷകളിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ടെങ്കിലും ഇംഗ്ലീഷ് വേണം. അതിലുള്ള പരാജയവും അതിൽ ആൾക്കാർ പരാജയപ്പെടുന്നതും നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടതാണ്. പല പ്രമുഖ നേതാക്കളും അവരുടെ അത്ര സുഖകരമല്ലാത്ത ഇംഗ്ലീഷ് ശൈലി കൊണ്ട് പരിഹാസപാത്രങ്ങളായി മാറി. അവിടെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ ജെൻസി ആളുകൾക്ക് വളരെ അവരുടെ ഒപ്പമുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. ഇതിനൊക്കെ ഉപരിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ജാതി മത വർഗീയ കാര്യങ്ങളിൽ ജെൻസികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് പല രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ പിടുത്തമില്ലായിരിക്കും. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോടോ ഏതെങ്കിലും സാമുദായിക നേതാവിനോടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹം മതവർഗീയതയോടും സാമുദായിക വർഗീയതയോടുമൊക്കെ തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലുമൊക്കെ മതത്തിനോ ജാതിക്കോ പ്രാധാന്യമുള്ള സ്ഥലത്ത് അതിലൊന്നും പെടാത്ത ആളുകൾ അവർ സ്ഥാനാർത്ഥികളാകുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ ജെൻസികളെ പ്രേരിപ്പിച്ചതും ആ ഘടകം തന്നെയായിരിക്കാം. അത് സധൈര്യം ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുന്ന ദിവസം കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന തൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ വോട്ട് ബാങ്കൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വച്ചേച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ അതിന് ചെറിയ ധൈര്യമൊന്നും വരാം. ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ പറ്റും. ആരും അത് പറയരുത്. ആരത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്തു. ആര് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, വിദ്വേഷത്തിന്റെ ക്യാമ്പയിനുമായി ആരിറങ്ങിയാലും ഞങ്ങൾ അവരെ ചെറുത്തു കൊടുക്കും. ഒരാളെ ഞങ്ങൾക്ക് ഭയമില്ല, ഒരാളെ. രാഷ്ട്രീയത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഘടകമാണ് നിലപാടുകൾ. ഇന്നെടുക്കുന്ന നിലപാടുകൾ നാളെ ശരിയാകണമെന്നില്ല. അത് മാറുമ്പോൾ ഓരോ നിലപാടിനോടും യോജിച്ച് നിൽക്കുന്നവർ നിങ്ങൾ ശത്രുക്കളാകുകയോ മിത്രങ്ങളാകുകയോ ചെയ്യും. പക്ഷേ നമുക്കറിയാം പല കാര്യങ്ങളിലും സതീശൻ്റെ നിലപാടുകൾ വളരെ കൃത്യമായ നിലപാടുകൾ തന്നെയായിരുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ ഒരു സ്ഥലത്ത് കൊണ്ട് ജയിപ്പിച്ച് MLA ആക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. അതിലും വലിയ റിസ്ക്കാണ് അദ്ദേഹം ഒരു കുഴപ്പത്തിൽ നിന്ന് ചാടുമ്പോൾ അയാളുടെ ഒപ്പം നിൽക്കണോ അതോ ആ പറയുന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടാക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേതാവിനെതിരായിട്ട് വലിയ ഗുരുതരമായ ആരോപണമുണ്ടായപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിൻ്റെ മെറിറ്റ് നോക്കി അതിൽ തീരുമാനമെടുത്തത് കുറേയധികം ആളുകളുടെ ആ എതിർപ്പിന് കാരണമാക്കിയെങ്കിൽ പോലും നിലപാട് എന്ന നിലയിൽ VD സതീശനെ ഉയർത്തിക്കാട്ടിയ ഒരു സംഭവമായിരുന്നു അത്. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ കരുതി. കൂടെ നിന്ന പലരും കൂടെ നിന്ന് മാറി. പക്ഷേ ഒരു കാരണവശാലും താൻ എടുത്ത നിലപാട് 100% ശരിയാണ് എന്നുള്ളത് കൊണ്ട് ഉറപ്പിച്ചതാണെന്നും വലിയ വേദനയോടെ തന്നെയാണ് അതിൽ നിന്ന് മാറേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ നിലപാടുകൾ ഒരിക്കലല്ല പലതവണ, ഉദാഹരണം പറഞ്ഞാൽ PV അൻവറിൻ്റെ കാട്ടിയ നിലപാട്, PV അൻവറിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് പറ്റില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അത് ചില നിലപാടുകളുടെ പേരിലാണെന്നുള്ളതുകൊണ്ടും എത്ര തരത്തിലുള്ള അനുകൂലമായ സാഹചര്യം ഉളവാക്കും എന്ന് കരുതിയാൽ പോലും അത് വേണ്ട എന്ന് ഉറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഇടപെടലുകൾ. നമുക്കറിയാം UDFനെ പറ്റിയുള്ള ഏറ്റവും പ്രധാന ആരോപണം സമുദായങ്ങളുടെ പിറകെ പോയി അവരുടെ നേതാക്കളുടെ ആശീർവാദത്തോടെ മാത്രമേ ജയിക്കാൻ പറ്റുന്നവരാണ് എന്നുള്ളൊരു ആരോപണമുണ്ടാകും. പക്ഷേ കേരളത്തിലെ 2 പ്രബല സംഘടനകളുടെ നേതാക്കന്മാർ ഒരേപോലെ എതിർക്കുന്ന വേറൊരു നേതാവ് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. സാധാരണ പഞ്ചായത്ത് നിലവാരത്തിലുള്ള നേതാക്കളാണെങ്കിൽ പോലും ഒരു സാമുദായിക നേതാവിനെ എതിർക്കുന്ന തരത്തിലോ അവരുടെ മുഖം കറുപ്പിക്കുന്ന തരത്തിലോ സംസാരിക്കാൻ ഇടവരുത്തില്ല. രാഷ്ട്രീയ നേതാക്കളുടെ മുകളിലാണ് ഇന്നും പല സാമുദായ നേതാക്കളെ പല രാഷ്ട്രീയ നേതാക്കളും കരുതുന്നത്. ഇതിന് വേറൊരു മാനം കണ്ടെത്തിക്കൊണ്ട് അവരോട് മോശമായ ഭാഷയിൽ സംസാരിക്കാതെ അവരുടെ എതിർപ്പിന്
ഇരയാകുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തതാണ് സതീശൻ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതുവഴി സംഭവിച്ചത് സതീശനെ പോലെ നിലപാടെടുക്കുന്ന ഒരാൾക്ക് പുറകിൽ അണിനിരക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് മറ്റു പലർക്കും തോന്നി. കാരണം ഈ രണ്ടു പേർ നടത്തിയ പല ഇടപെടലുകളും കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വളരെ മോശപ്പെട്ട തരത്തിലുള്ള അഭിപ്രായമാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ രണ്ട് സാമുദായിക നേതാക്കൾ ഒരുപോലെ എതിർത്തത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ പേരിലാണ്. ആ നിലപാട് അദ്ദേഹത്തിന് ഗുണകരമാവുകയാണ് ചെയ്തത്. ഈ പറയുന്നതൊരു വലിയ പ്രതീക്ഷയാണ്. നമുക്ക് അങ്ങനെ നടക്കുമോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ ഒരു പുതിയ തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും മാറ്റാൻ കഴിയുമെങ്കിൽ അദ്ദേഹം പറയുന്നത് വളരെ വലിയൊരു ആശയമാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.